സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ, എഗ് ബേസ്ഡ് ബ്രൗണിനേക്കാൾ ടേസ്റ്റ് എഗ്ലെസ് ബ്രൗണിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തു, സൂപ്പർ ടേസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റസിയാസ് കേക്ക് ആർട്ട്. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഉള്ള ഒരു, അതായത് മോസ്റ്റ് ഡിമാൻഡഡ് റെസിപ്പി എന്ന് തന്നെ പറയാം, എഗ്ലെസ് ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സത്യം, എഗ്ഗ് വെച്ചിട്ട് ചെയ്യുന്ന ബ്രൗണിനേക്കാൾ എനിക്ക് ഭയങ്കര ച്യൂയി ആയിട്ട് തോന്നിയതും പ്രത്യേക ടേസ്റ്റ് ശരിക്കും തന്നെ. അപ്പോൾ നമുക്കിത് ഇനി ബ്രൗണി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഞാനിവിടെ 200 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 50 ഗ്രാം, അതായത് 50 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആയാലും മതി, ഓയിലും ചേർത്തിട്ട് നന്നായി ഒന്ന് ഓവനിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഡബിൾ ബോയിൽ ചെയ്തിട്ടും ഈ ഒരു ചോക്ലേറ്റും ബട്ടറും മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ അതൊരു വേറൊരു ബൗളിൽ മിക്സ് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ എഗ്ഗിന് പകരമുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കണ്ടൻസ് മിൽക്ക്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു 3/4 ടിന്ന്, അതായത് ഈ ഒരു ടിന്നിൻ്റെ 3/4 ഭാഗത്തോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രാം മെഷർമെൻറ്റ് ഞാനിവിടെ താഴെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്തു, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ടോഫിയുടെ ടെക്സ്ചർ കിട്ടും കേട്ടോ ഈ ഒരു കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഓൾമോസ്റ്റ് ഒരു 70 ഗ്രാം ഉണ്ടാവും കേട്ടോ. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ എഗ്ലെസ് ബ്രൗണിക്ക് എപ്പോഴും ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോൾട്ടും അതുപോലെ ബേക്കിംഗ് പൗഡറും മൈദയും കൊക്കോ പൗഡറും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് അരിച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ബാറ്റർ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുക. അപ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വാട്ടർ ആയാലും മതി. അതിപ്പോൾ തിക്ക് കൺസിസ്റ്റൻസി അല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വാട്ടറോ അല്ലെങ്കിൽ മിൽക്കോ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മിൽക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ ടെക്സ്ചർ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ സ്ക്വയർ ടിന്നിൽ എങ്ങനെയാണ് ബട്ടർ പേപ്പർ വെക്കുക എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ വെച്ചതിന് ശേഷം സൈഡ് പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ടിന്നിൽ പേപ്പർ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി അതല്ല, പലരും പറയുന്നുണ്ട് ബട്ടർ പേപ്പർ വയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നൊക്കെ. എനിക്കറിയില്ല എന്താ റീസൺ എന്നുള്ളത്. ബട്ടർ പേപ്പർ വെച്ചിട്ടും ബട്ടർ പേപ്പർ വെക്കുന്നതിന് മുന്നേ നമുക്ക് ഇതേപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ബട്ടർ പേപ്പർ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി പാച്ച്മെൻറ്റ് പേപ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പാച്ച്മെൻറ്റ് പേപ്പർ ആണെങ്കിൽ അധികം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബെൽജിയം ഗവൺമെൻറ്റിൻ്റെ ചോക്ലേറ്റ് ചിപ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിപ്സാണ്. കുട്ടികൾ മാത്രമല്ല, നമ്മളും വെറുതെ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെ തിന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിങ്കിൾ ടോപ്പ്, ഷൈനി ക്രിങ്കിൾ ടോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എഗ്ലെസ് ബ്രൗണി ആണെങ്കിലും ക്രിങ്കിൾ ടോപ്പ് കിട്ടുമോ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എനിക്ക്. അപ്പോൾ കണ്ടില്ലേ, ഒരു സംശയം കൂടാണ്ട് നിങ്ങളിനി ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി എഗ്ലെസ് ബ്രൗണിയുടെ റെസിപ്പിയാണ്. നിങ്ങൾ എൻ്റെ എഗ്ഗ് ബേസ്ഡ് ആയിട്ടുള്ള ബ്രൗണികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതൊക്കെ എനിക്ക് എപ്പോഴും ഫീഡ്ബാക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത്രയും പെർഫെക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എഗ്ലെസ്സിൻ്റെ ബ്രൗണി എനിക്ക് ഒരു ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നൊരു എന്താ പറയുക റിക്വസ്റ്റാണിത്. എഗ്ലെസ് ബ്രൗണി അപ്ലോഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ്. കാരണം അത്രയും അവർക്ക് എൻ്റെ ബ്രൗണികൾ സക്സസ് ആയതുകൊണ്ടാണ് അവർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഗ്ലെസ് ബ്രൗണി റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എഗ് ബേസ്ഡ് ബ്രൗണിനേക്കാൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു എഗ്ലെസ് ബ്രൗണി. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.